ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി MP-ആയി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അത് ഇന്ന് എത്തുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയും ഉണ്ട്. അപ്പോൾ ഇന്ന് വയനാട്ടുകാർക്ക് വലിയ ഉത്സവത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. ഇന്ന് എവിടെയാണ് പരിപാടി? കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ആദ്യ പരിപാടി 12 മണിക്ക് മണ്ഡലത്തിന്റെ ഭാഗമായ മുക്കത്താണ്. ഇരുവരുടെയും വരവാഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് പ്രവർത്തകർ. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്. വയനാടുകാർക്കും ഇന്നത്തെ മോർണിംഗ് വളരെ സ്പെഷ്യലാണ്, അഭിജിത്തിനും സ്പെഷ്യലാണെന്ന് അറിയാം. അപ്പോൾ ഇന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സഹോദരനും ഒരേ പാർലമെന്റിലുള്ള MP-മാരായ സഹോദരനും അവിടെ എത്തുകയാണ്. അപ്പോൾ ഏത് രീതിയിലും അവരെ ഞെട്ടിക്കുന്ന സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, ഞെട്ടിക്കുന്ന ഒരു സ്വീകരണം നൽകുക എന്നതാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒക്കെ ആഗ്രഹമെന്ന് മനസ്സിലാക്കുന്നു. എന്തായിരിക്കും ഇന്നത്തെ പരിപാടികൾ? കൃഷ്ണ പ്രജിൻ, വലിയ ആവേശത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി എത്തുകയാണ്, ഒപ്പം രാഹുൽ ഗാന്ധിയുമുണ്ട്. നേരത്തെ തന്നെ വിജയത്തിന് ശേഷം എക്സിൽ ട്വീറ്റ് ചെയ്തതാണ് വയനാട്ടുകാരുടെ സ്നേഹത്തിന് നന്ദി. പ്രചാരണ വേളയിൽ ഉടനീളം താൻ അനുഭവിച്ച സ്നേഹം, അത് വയനാട്ടുകാർ നൽകിയ ആ ഒരു പ്രത്യേക ഇഷ്ടം, അതിനൊക്കെ നന്ദി അവർ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എക്സിൽ കുറിച്ചിരുന്നു. ഏതായാലും അതിനുശേഷം അവരെത്തുകയാണ്. അത് ആഘോഷമാക്കാനുള്ള, കളറാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്, UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. അവർ അതിനായി ഒരുങ്ങിയിട്ടുണ്ട്. ഇന്ന് മുക്കത്തേക്കാണ് ആദ്യമായി പ്രിയങ്കയും രാഹുലും എത്തുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്ത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് പൊതുയോഗം. അതിനുശേഷം കരുളായി, വണ്ടൂർ, എടവണ്ണ ഈ 3 ഇടങ്ങളിലും പൊതുയോഗമുണ്ട്. ഇവിടെയൊക്കെ പരമാവധി പ്രവർത്തകരെ എത്തിക്കുക, UDF പ്രവർത്തകരെ എത്തിക്കുക, പ്രിയങ്ക ഗാന്ധിയുടെ ആ ഒരു വരവിനെ ആഘോഷമാക്കുക. ഇത് തന്നെയാണ് UDFന്റെ ലക്ഷ്യം. അതായത് ഇന്ന് 2 മേഖലകളിലായാണ് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്ക് പ്രിയങ്ക ഗാന്ധി ഇന്നെത്തും. നാളെയാണ് വയനാട്ടിലേക്ക് കടക്കുന്നത്. വയനാട്ടിൽ ആദ്യം മാനന്തവാടി, പിന്നീട് സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ ഈ 3 ഇടങ്ങളിലായാണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ, പ്രിയങ്ക ഗാന്ധിയുടെ ഈ പൊതുയോഗങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ 2 ദിവസങ്ങളിലായി ഈ പ്രവർത്തകരെ കാണുക, വോട്ടേഴ്സിനെ കാണുക, വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ കാണുക, അവരുമായി സംവദിക്കുക, അവർക്ക് തന്റെ നന്ദി അറിയിക്കുക. ഇതാണ് പ്രിയങ്കയുടെ ഈ വരവ്. ആ വരവിനെ ആഘോഷമാക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഈ പ്രചാരണ വേളകളിലൊക്കെ വലിയ രീതിയിൽ താൻ എങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടാവുക, മണ്ഡലത്തിലെ തൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. അങ്ങനെ ആ പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തിൽ നൽകി ജനങ്ങൾ വിജയിപ്പിച്ചു. ഇനി എങ്ങനെയാണ് താൻ മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കും. അവരുടെ പ്രസംഗം ഏത് രീതിയിലായിരിക്കും, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഉള്ള പ്രസംഗം എങ്ങനെയായിരിക്കും എന്നുള്ളതിലൊക്കെ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്, പ്രവർത്തകർക്കുണ്ട്. ഏതായാലും എല്ലായിടത്തും പ്രവർത്തകർ ആഘോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. പ്രിയങ്ക ഗാന്ധി ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും. തുടർന്ന് തിരുവമ്പാടി മുക്കത്തെ ആദ്യത്തെ പൊതുയോഗത്തിൽ പങ്കെടുക്കും. ശരി അഭിജിത്ത്, ആഘോഷത്തിന്റെ ഭാഗമാകുക, അതിന്റെ ഏറ്റവും പുതിയ ആവേശത്തിന്റെ ഓരോ സ്പന്ദനവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു അഭിജിത്ത്.